ഹലോ, ഞാൻ നെജ്മു വിത്ത് യു ഫോർ ഐഷൂട്ട്സ് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി ഒരു വരുമാന മാർഗമായിട്ടെടുത്ത ഒരുപാട് പേരുണ്ട്. അതിൽ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു ഫീൽഡാണ് കിഡ്സ് ഫോട്ടോഗ്രാഫി. കുട്ടികളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാനും ഷെയർ ചെയ്യാനും ഇന്ന് എല്ലാവർക്കും താല്പര്യമാണ്. കാരണം പണ്ടത്തെ പോലെ ഒരു ഫാമിലിയിൽ ഒരുപാട് കുട്ടികളൊന്നുമില്ല. ഒരു ദമ്പതികളാണെങ്കിൽ അവർക്ക് ഒരു കുട്ടി, മാക്സിമം റെയർ കേസിൽ 2 കുട്ടികൾ. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ മൂവ്മെൻറ്റ്സും ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാനും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനൊക്കെ എല്ലാവർക്കും താല്പര്യമാണ്. ഈ കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കുട്ടികളുടെ ഫോട്ടോ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കിഡ്സ് ഫോട്ടോഗ്രാഫി ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് 95% ലേഡീസാണ്, സ്ത്രീകളാണ്. കേരളത്തിൽ ഇപ്പോൾ സ്ത്രീ ഫോട്ടോഗ്രാഫർമാരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് തന്നെ കിഡ്സ് ഫോട്ടോഗ്രാഫി പോലുള്ള സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് സാധ്യതകളാണ് ഇന്നുള്ളത്. കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമ്മളൊരു കിഡ്സ് ഫോട്ടോഗ്രാഫിക്ക് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഉപകരണങ്ങളൊക്കെ എടുത്തു വെക്കേണ്ട മുന്നേ നമ്മൾ ചെയ്യേണ്ടത്, ആ ഫോട്ടോ എടുക്കേണ്ട കുട്ടിയുമായി കുറച്ച് നേരം സമയം ചെലവിടുക, അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ അവരെ കളിപ്പിക്കുക, ഇഷ്ടമുള്ള കളിക്കോപ്പുകളൊക്കെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അവരുമായിട്ടൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ തുടർന്നുള്ള ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് ടൈം സേവ് ചെയ്യാനും നല്ല പടങ്ങൾ കിട്ടാനും അത് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ക്യാമറ സെറ്റിങ്സൊക്കെ വരികയാണെങ്കിൽ ക്യാമറ സെറ്റിങ്സിൽ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏത് ക്യാമറ ആയാലും, ഈവൻ ചെറിയ ക്യാമറ കൊണ്ട് പോലും നന്നായിട്ട് നമുക്ക് കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെൻസാണ്. കിഡ്സ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലെൻസ് ഒരു 50mm ലെൻസാണ്. 50mm ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ക്യാമറ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. ഒരു ബേസിക് DSLR ബോർഡിൽ ഒരു 50mm ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ പറ്റും. 50mm ലെൻസിനാണെങ്കിൽ താരതമ്യേന വില കുറവാണ് താനും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ 50mm ഇല്ല, ഞാൻ ഉപയോഗിക്കുന്നത് 85mm പോർട്രേറ്റ് ലെൻസാണ്. കിഡ്സ് ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് അപ്പർച്ചറാണ്. അപ്പർച്ചർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് 2.8 to 3.2 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം നമുക്കിതിന് കുറച്ച് നാരോ ഡെപ്തൊക്കെ കിട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഔട്ടായിട്ടുള്ള പിക്ചറുകളാണ് കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് 2.8 ആണ്. 3.2 3.5 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. 2.8 സെറ്റ് ചെയ്തു. ഇനി ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് 100 മുതൽ മുകളിലോട്ട് നമുക്ക് ഷട്ടർ സ്പീഡും സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾ എപ്പോഴും ഇളകുകയും തുള്ളുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഇളക്കില്ലാത്ത പിക്ചറുകൾ കിട്ടണമെങ്കിൽ 100ൻ്റെ മുകളിൽ ഷട്ടർ സ്പീഡ് ഇടണം. ഇവിടെ ഞാൻ 160 ആണ് ഷട്ടർ സ്പീഡ് ഇടുന്നത്. അപ്പോൾ 2.8 അപ്പർച്ചർ, 160 ഷട്ടർ സ്പീഡ്. ഈ ഷട്ടർ സ്പീഡിന് നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഫോട്ടോ ഡാർക്ക് ആണെങ്കിൽ നമുക്ക് പിന്നെ ISO അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഫോട്ടോ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ISO 500 വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഏകദേശം ലൈറ്റ് ഓക്കെയാണ്. ISO 500 നമുക്ക് ഈ പുതിയ ക്യാമറക്കൊന്നും ISO 500 വെച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു പിക്ചർ ക്വാളിറ്റി ഒന്നും മിസ്സാകുക, അതുപോലെ പിക്സലൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് 500 800 ഒക്കെ നമുക്ക് ISO യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാമറയുടെ ഫോക്കസ് എപ്പോഴും കുട്ടികളെ കണ്ണിൽ ഫോക്കസ് വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. കണ്ണിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. കുട്ടികളുടെ മാത്രമല്ല, നമ്മളൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോഴും ഒരാളെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കണ്ണിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം കണ്ണിലേക്കാണ് ആൾക്കാർ ആദ്യമായിട്ട് നോക്കുക. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് എപ്പോഴും കണ്ണിലായിരിക്കണം. കുട്ടികളാകുമ്പോൾ ഒരുപാട് ടോയ്സൊക്കെ കാണും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ടോയ്സ് കുട്ടികളെ കയ്യിൽ കൊടുത്താൽ കുട്ടികളെ അറ്റൻഷൻ നമുക്ക് ക്യാമറയിലേക്ക് കിട്ടുകയില്ല. മാത്രമല്ല, കുട്ടികളെ ഈ ടോയ്സുമായിട്ട് കളിക്കണയിലൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് സമയം പോവുകയും ചെയ്യും, നല്ല പിക്ചറുകൾ കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ ടോയ്സൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആരാണോ, അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന അടുത്ത് കുട്ടീനെ ഹാപ്പി ആക്കാനും ചിരിപ്പിക്കാനൊക്കെ ആരാണോ നിൽക്കുന്നത് അവരുടെ കയ്യിലാണ് ടോയ്സ് പിടിക്കേണ്ടത്. അത് പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതേപോലെ കുട്ടികളെ ഫോട്ടോ എടുക്കുമ്പോൾ ആംഗിൾ വളരെയധികം പ്രധാനമാണ്. കാരണം നമ്മൾ സാധാരണ ഒരു കുട്ടീനെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മൊബൈലിലായാലും ക്യാമറയിലായാലും നമ്മൾ നിന്ന നിപ്പിൽ താഴേക്ക് ഫോട്ടോ എടുക്കുക ചെയ്യുക. കുട്ടിയുടെ ലെവലിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കില്ല, നേരെ നിന്നിട്ടെടുക്കും. അങ്ങനെ നിന്നിട്ടെടുക്കുമ്പോൾ മോശമായ രീതിയിലുള്ള ആംഗിളുള്ള ഫോട്ടോ കിട്ടും. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഭംഗിയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും അവരെ ഐ ലെവൽക്ക് താഴ്ന്നിരുന്നിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ചെന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററൊക്കെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ കാണും. അവരും ഒരിക്കലും നിന്നുകൊണ്ട് ചെയ്യരുത്. അവരും ആ ക്യാമറയുടെ അതേ ആംഗിളിൽ നിൽക്കണം. അതല്ലെങ്കിൽ കുട്ടിയുടെ തല മേലോട്ട് പൊങ്ങിയ പോലെ ഉണ്ടാകും. അപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ലെവലിൽ വേണം കുട്ടീനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഹാപ്പി ആക്കാനൊക്കെ ഇരിക്കുന്ന ആൾ നമ്മുടെ ക്യാമറ ലെവലിൽ ഇരുന്നുകൊണ്ട് തന്നെ വേണം ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ല ഹൈ ലെവലുള്ള ഫോട്ടോസ് കിട്ടും. അതുപോലെ നമ്മളൊരു വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ചെന്നാൽ അവിടെ ആ വീട്ടിൽ തന്നെ ചിലപ്പോൾ ചെറിയ കുട്ടികൾ കാണും, അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ കുട്ടികൾ അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യരുത്. അവർക്ക് നമ്മൾ 2-3-4 ഫോട്ടോ എടുത്ത് കൊടുത്ത് കുട്ടികളെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ സൂക്ഷിക്കണം. ലൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഫ്ലാഷ് അടിക്കുമ്പോൾ കുട്ടികൾ ആ ഒരു ഇറിറ്റേഷൻ കുട്ടികൾക്ക് വരും. അതുപോലെ കുട്ടികളെ കണ്ണിനും തന്നെ ഈവൻ മൊബൈൽ ക്യാമറയിലുള്ള ഫ്ലാഷ് പോലും കുട്ടികളെ കണ്ണിന് ഹാനികരമാണ്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഫ്ലാഷുകൾ മൊത്തമായിട്ട് ഒഴിവാക്കുക. നമ്മളിവിടെ ഉപയോഗിച്ചതുപോലുള്ള റിഫ്ലക്ടറുകൾ, അതല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ, വെള്ളത്തുണി, അതുപോലെ തെർമോക്കോളിൻ്റെ പീസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ്. വേണമെങ്കിൽ നമുക്കൊരു റിം ലൈറ്റ് കിട്ടാൻ വേണ്ടി കുട്ടിയുടെ ബാക്കിൽ നിന്ന് ഒരു ലൈറ്റ് കൊടുക്കേണ്ടതായിട്ടില്ല. ബാക്കിൽ നിന്ന് മുടിയിലേക്കോ സൈഡിലേക്കോ ഒരു ലൈറ്റ്, ഒരു ഫ്ലാഷ് ലൈറ്റ് ചെറുതായിട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഹാർഡായിട്ടുള്ള ലൈറ്റുകൾ കുട്ടികളുടെ മുഖത്ത് നേരിട്ട് ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് ഒരു ഫാഷൻ ഷൂട്ടിന് ഒക്കെ വേണ്ടിയിട്ട് ഇൻറ്റീരിയറായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ബോക്സ് വെച്ചിട്ട് വളരെ നേരിയ രീതിയിലുള്ള ഫ്ലാഷേ നമ്മൾ ഫയർ ചെയ്യാൻ പാടുള്ളൂ. ISO മാക്സിമം കൂട്ടിയിട്ട് നേരിയ രീതിയിൽ ചെറിയ ലൈറ്റ് മാത്രമേ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അവൈലബിൾ ലൈറ്റ് വിത്ത് നമ്മൾ റിഫ്ലക്ടർ വെച്ചിട്ട് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുട്ടികളുടെ ഫോട്ടോ വളരെ നന്നായിട്ട് എടുക്കാൻ പറ്റും. ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്ഷമ തന്നെയാണ്. കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻസ് ആയിട്ട് നിന്നിട്ട് നമ്മൾ നല്ല മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താലാണ് കുട്ടികളുടെ ഫോട്ടോ നമുക്ക് കിട്ടുക. കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിലെ കിഡ്സ് ഫോട്ടോഷൂട്ട് ക്യാമ്പിൽ ഞാൻ പോയി കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു 10-20 കുട്ടികൾ വന്നിരുന്നു. ഇതിൽ പകുതി കുട്ടികളും മൊബൈൽ ഫോൺ കണ്ടാൽ മൊബൈൽ ഫോണിൽ കാർട്ടൂൺ പ്ലേ ചെയ്താൽ മാത്രമേ ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവർ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് പകുതി കുട്ടികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാതാപിതാക്കൾ അവർക്ക് ചാറ്റ് ചെയ്യാനും അവരെ തൊഴിലിലേക്ക് ശ്രദ്ധിക്കാനും അതുപോലെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് മൊബൈലിൽ ഈ ഗെയിമുകളും മൊബൈലിൽ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇട്ട് കുട്ടിക്ക് കൊടുത്തപ്പോൾ കുട്ടികൾ അതുമായിട്ടാണ് മിങ്കിളായിട്ടുള്ളത്. അച്ഛനും അമ്മയുമായിട്ടൊന്നും കുട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഈ മൊബൈൽ ഫോൺ ഓണാക്കി വെക്കണം, അല്ലെങ്കിൽ ചിരിക്കണമെങ്കിൽ ഈ കാർട്ടൂണിനെ കാണാം. ഇതാണ് സ്ഥിതി. പക്ഷേ അവിടെ വന്ന കുറച്ച് കുട്ടികൾ ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഒരുപാട് കുട്ടികൾ അച്ഛനും അമ്മയും കാണുമ്പോൾ ചാടിക്കളിക്കുകയും ചീറപ്പാകുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കുട്ടികളും അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെറിയ കുട്ടികളെ വളർത്തുമ്പോൾ സമയമില്ലെങ്കിലും കുറച്ച് സമയമൊക്കെ കൊടുത്ത് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളും മൊബൈലും ഇല്ലെങ്കിലും കുട്ടി നമ്മളെ നോക്കിയിട്ടും കുട്ടി ചിരിക്കുകയും ചാടും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിൽ ഒരു രീതിയിലേക്കായിരിക്കാം ആ കുട്ടി വളർന്നു വരുന്നുണ്ടാവുക. ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ മൊബൈലൊക്കെ കണ്ടാൽ മാത്രം ഹാപ്പി ആവുള്ളൂ എങ്കിൽ. മാത്രമല്ല, നമ്മൾ ഈ രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുമ്പോൾ കുറച്ച് സമയം കൂടെ ഇരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മളെ വയസ്സാം കാലത്ത് ഈ കുട്ടി ചിലപ്പോൾ ഒരു TV റിമോട്ടോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ കയ്യിൽ വെച്ച് വന്നുകൊണ്ട് അവരവരെ പണിക്ക് പോകും. കർമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കൊടുത്ത കൊല്ലത്തും കിട്ടും.